നമ്മളെ എന്നും അല്ലെങ്കിൽ ആഴ്ചയിലൊക്കെ നമ്മൾ പഴം മേടിക്കുന്നവരല്ലേ. അപ്പോൾ ആ പഴത്തൊലി കൊണ്ട് നമുക്ക് എങ്ങനെ അടിപൊളി ഒരു വളക്കൂട്ട്, അതായത് ഒന്നുമില്ല, സിമ്പിളാണ്. നമുക്കൊരു സാധനം വേണ്ട, വെറും പഴത്തൊലി മാത്രം മതി. അപ്പോൾ ഈ പഴത്തൊലിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ മഗ്നീഷ്യം, കാൽഷ്യം, ഫോസ്ഫറസ് ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഈ പഴത്തിൻ്റെ തൊലിയിൽ. അപ്പോൾ നമ്മൾ മറ്റ് വളങ്ങൾ ഉപയോഗിക്കുമല്ലോ, ഇപ്പോൾ NPK ഒക്കെ ഉപയോഗിക്കുമ്പോൾ അതിൽ പൊട്ടാഷാണ്. പക്ഷേ ഇതിൽ കാൽഷ്യം, മഗ്നീഷ്യം ചെടിക്കും പൂക്കൾക്കൊക്കെ ആവശ്യമുള്ളത് കൊണ്ട് നമുക്ക് പഴത്തൊലി, പിന്നെ നമുക്ക് ജൈവമാണ്, പിന്നെ പൈസ കൊടുത്ത് നമ്മൾ വാങ്ങിക്കണതിൻ്റെ വേസ്റ്റാണ്. അപ്പോൾ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് പൂക്കളും കായ്കളും ഉണ്ടാവാനായിട്ട് സഹായിക്കും. അപ്പോൾ അതിനേത് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ പഴത്തിൽ അടങ്ങിയിരിക്കുന്നത് പൊട്ടാസ്യം ഉണ്ടെന്ന് പറഞ്ഞു. പൊട്ടാസ്യം പൂക്കളും പഴങ്ങളും കൂടുതലായിട്ട് ചെടികളിൽ ഉണ്ടാവും. പിന്നെ ഫോസ്ഫറസ് വേരുകളുണ്ടല്ലോ, ചെടിയുടെ വേരുകളെ നന്നായിട്ട് ശക്തിപ്പെടുത്തും. പിന്നെ കാൽസ്യം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ സെല്ലുകൾ, ചെടികളുടെ സെല്ല്, കോശങ്ങൾ, അതിനൊക്കെ നന്നായിട്ട് വളർത്തും. പിന്നെ മഗ്നീഷ്യം ഉണ്ട് ഇതിൽ. അപ്പോൾ അത് നമ്മുടെ ചെടികളുടെ ഇലകളെ ശക്തിപ്പെടുത്തും. പിന്നെ അതുപോലെ തന്നെ പച്ച നിറം ഇലകളിൽ ഉണ്ടാവാനായിട്ട് സഹായിക്കുന്ന ഒരു ഘടകമാണ് മഗ്നീഷ്യം. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക? അതായത് 2-3 പഴത്തിൻ്റെ തൊലി മതി, പക്ഷേ ഇതാവരുത് കേട്ടോ. അതിനാണ് ഞാൻ ഇത് പിടിച്ച് നിൽക്കുന്നത്. അതായത് ഇത് വാടി കരിഞ്ഞു, അതുപോലെ ഫ്രഷായിട്ടുള്ള ഈ തണ്ട് മാറ്റാട്ടോ. നമുക്ക് ഫ്രഷായിട്ടുള്ള ഇങ്ങനത്തെ വാഴപ്പഴത്തിൻ്റെ തൊലിയാണ് വേണ്ടത്. അധികം നാൾ നമുക്ക് എടുത്ത് വയ്ക്കാനൊന്നും പറ്റില്ല, ഒരു വർഷമോ അല്ലെങ്കിൽ 6 മാസമൊന്നും പറ്റില്ല. അപ്പോൾ ഒരു 3-4 തൊലി കിട്ടിയാൽ നമുക്ക് ഒരു 1/2 കിലോ പഴം മേടിച്ചാൽ നമുക്ക് നിറയ്ക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഇത് വേണമെങ്കിൽ ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞിട്ട് ഇങ്ങനത്തെ കുപ്പികളിൽ വേണമെങ്കിൽ നിറയ്ക്കാം. ഇതിൽ നിറച്ചിട്ട് ഒരു 3/4 ഭാഗം നിറച്ചിട്ട് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഇത്ര ഭാഗം നിറച്ചിട്ട് ഇത്ര ഭാഗത്തോളം 3/4 ഭാഗത്തോളം വെള്ളം നിറയ്ക്കരുത് വെള്ളം കേട്ടോ. അപ്പോൾ എത്രയാണോ പഴത്തിൻ്റെ തൊലി നമ്മൾ അരിഞ്ഞിടുന്നത് അത്രയും കൂടിയും വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഭാഗം ഗ്യാപ്പ് ഇടുക. കാരണം അത് കുലുക്കി ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ ഞാൻ ഇട്ട പോലെ അങ്ങനെ ഇട്ടാൽ മതി. പക്ഷേ ഇങ്ങനത്തെ തൊലി ഇട്ടതിൽ ഒരു ഗുണവും ഈ പഴത്തിൻ്റെ നോക്കി വാടി കരിഞ്ഞില്ലേ. അപ്പോൾ ഞാൻ കാണിക്കാൻ വേണ്ടി എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഇതുപോലത്തെ ഫ്രഷ് തൊലി ഇട്ടിട്ട് ഇതുപോലെ നമ്മൾ വെക്കുക. ഒരു 7 ദിവസം വെക്കണം. ഇതുപോലത്തെ ബോക്സോ അല്ലെങ്കിൽ കുപ്പി എന്ത് ചെയ്യുന്നിട്ട് എന്തിനാ അടച്ചിട്ട് ഫുൾ സൂര്യപ്രകാശം കൊള്ളേണ്ട, നല്ല ഇരുട്ടും അവിടെ. എന്നിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുലുക്കി കൊടുക്കുക. ദിവസത്തിൽ 1-2 തവണ കുലുക്കി കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഇതിൻ്റെ കട്ടിയുള്ള ഭാഗങ്ങളൊക്കെ നീക്കിയിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് അരിക്കുക. നമുക്ക് സ്പ്രേയറിലാണ് ഉപയോഗിക്കണമെങ്കിൽ അരിക്കുക, അല്ല കടക്കിൽ ഒഴിക്കണ വെച്ചാൽ അരിക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മളതിന് ഒരു അരിപ്പെടുത്തു, എന്നിട്ട് അത് കുറച്ച് നമ്മൾ എടുക്കുക. കണ്ടോ, കുറച്ച് നമ്മൾ ഒഴിച്ചു അരിച്ചു കൊടുക്കുക. പഴയ അരിപ്പകളുണ്ടെങ്കിൽ എടുത്തിട്ട് ഇതുപോലെ, ചിലപ്പോൾ പുഴുവൊക്കെ വരും കേട്ടോ. കാരണം ഇതിൽ നമ്മൾ വേറെ ഒന്നും മിക്സ് ചെയ്തിട്ടില്ല, വെറുതെ പഴത്തിൻ്റെ തൊലിയല്ലേ ഉള്ളൂ. അപ്പോൾ അതിനൊക്കെ സാധ്യതയുണ്ട്. ഇപ്പോൾ ഞാൻ ഇത്ര എടുത്തിട്ടുള്ളൂ. നമുക്ക് എത്രയാണ് ചെടികളുള്ളത്, എത്രയാണ് അടിക്കാൻ ആവശ്യമുള്ളത് അത് നമ്മൾ എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ആണെങ്കിൽ 5 ഇരട്ടി വെള്ളം എന്തായാലും ഒഴിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മളതിൻ്റെ അരിച്ചത് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ 5 ഇരട്ടി വെള്ളം ഒഴിക്കണം കേട്ടോ. വെള്ളം കുറയ്ക്കരുത്. ജൈവവളം ഇതുപോലെ സ്ലറി ഉണ്ടാക്കുമ്പോൾ, കാരണം ഇത് വീര്യം ഉണ്ടാവും, ഇത് ഫെർമെൻറ്റ് ചെയ്യണമല്ലേ, പുളിക്കണമല്ലേ. അപ്പോൾ ഇത്രയും വെള്ളം ഒഴിക്കുക. 5 ഇരട്ടിയിലും കൂടുതലായിട്ടുണ്ട്. എന്നിട്ട് നമ്മളത് സ്പ്രെയറിലേക്ക് ഒഴിക്കുക. അപ്പോൾ പഴത്തൊലി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫ്രഷ് പഴത്തൊലി ആവണം. അന്നന്ന് കിട്ടുന്നത് ഇടുക ഒരു 1-2 ദിവസത്തിൻ്റെ ഉള്ളിൽ. പിന്നെ ഡൈല്യൂട്ട് ചെയ്യുന്നത് ഇരട്ടി വെള്ളം, ഇരട്ടിയല്ല 5 ഇരട്ടി വെള്ളം കേട്ടോ. ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇലകളിലേക്ക് അടിച്ചു കൊടുത്താൽ ഇല പെട്ടെന്ന് വലിക്കും. റൂട്ടിലേക്ക് അടിച്ചു കൊടുത്താൽ അല്ലെങ്കിൽ കടക്കിലേക്ക് അടിച്ചു കൊടുത്താൽ അത് വേരിലൂടെ വലിച്ചെടുക്കും. ഇനി നമ്മളിത് അടയ്ക്കുക, സ്പ്രെയർ നന്നായിട്ട് ചെയ്യും. ഇപ്പോൾ നമ്മൾ പച്ചക്കറികളിൽ പൂവിടാനൊക്കെ ആയിട്ട് ഇത് അടിച്ചു കൊടുക്കുക. അപ്പോൾ വേഗം പൂവിടാനും കായ്ക്കാനും, പിന്നെ റൂട്ടിലാണ് ഒഴിച്ചു കൊടുക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ വേരുകൾക്ക് ബലം കിട്ടുക, പച്ചിലകളിൽ നല്ലോണം ക്ലോറോഫില്ല്, ഹരിതകം കൂട്ടാനും ഇല പച്ചയാവാനൊക്കെ സഹായിക്കും കേട്ടോ അത്. ഇനി ഇത് കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് പ്ലാന്റ്സിനൊക്കെ അടിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് പേര അങ്ങനെ എന്തെങ്കിലും ഫ്രൂട്ട്സ് പ്ലാന്റ്സൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ നമുക്ക് അടിച്ചു കൊടുക്കാം. പിന്നെ ഇത് മണ്ണിൽ ഒഴിച്ചെടുക്കുമ്പോൾ ആരോഗ്യമുള്ള ചെടി ഉണ്ടാവും. പിന്നെ മണ്ണിൻ്റെ ഫലഭൂഷ്ടി നിലനിർത്താനായിട്ട് ഈ ഒരു കൂട്ടിന് സഹായിക്കും കേട്ടോ. ഈ ഒരു പഴത്തിൻ്റെ കൂട്ടിന് സഹായിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുത്. ഓക്കെ കേട്ടോ. ഇത് ബോഗൻവില്ല ഏത് ചെടികൾക്കും ചെയ്യാം. കണ്ട ചെറിയൊരു സ്മെല്ല്, അത്ര സ്മെല്ലൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. ചെറിയൊരു പുളിച്ചേൻ്റെ ഒരു മണഞ്ഞുള്ളൂ, അല്ലാണ്ട് വലിയ ശല്യം നമുക്ക് ഇത് പൊളിപ്പിക്കുന്നത് കൊണ്ട് ഇല്ല. അപ്പോൾ ഓക്കേ.